ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1642. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി 181-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് ശ്ലീഹാനോമ്പിന്റെ സമാപനമാണ്. ഒപ്പം പരിശുദ്ധന്മാരായ ശ്ലീഹന്മാരുടെ തലവന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെയും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും ഓർമ്മ പെരുന്നാൾ കൂടിയാണ്. യേശുവിലുള്ള വിശ്വാസം സ്വീകരിച്ച് അത് ഏറ്റുപറയാനായിട്ട് എന്തുമാത്രം അവസരങ്ങൾ പത്രോസിന് ലഭിച്ചിട്ടുണ്ടെന്നറിയാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ അതിൽ ആദ്യത്തേത് കിടപ്പുണ്ട്. 5 അപ്പ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിനു ശേഷം യേശുവിനെ പെട്ടെന്ന് ജനങ്ങൾ രാജാവാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് യേശു ഒഴിഞ്ഞു മാറുകയാണ്. നല്ലൊരവസരം പാഴാക്കി കളഞ്ഞതിൽ അനുഗാമികൾക്ക് കടുത്ത നിരാശയുണ്ടാവുന്നുണ്ട്. അതിനും പുറമെ അവരിൽ പലർക്കും ശരിയായി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലും എത്തുന്നു. യേശു ഇങ്ങനെ പറയുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് ഈ സാഹചര്യത്തിൽ തന്റെ അനുഗാമികൾ പലരും യേശുവിനെ വിട്ടുപോയെന്നാണ് സുവിശേഷകൻ പറയുന്നത്. അപ്പോൾ യേശു ശിഷ്യന്മാരോട് തിരിഞ്ഞ് അവരെ നോക്കി, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം കൊടുക്കുന്നത് പത്രോസാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ശീമോന്റെ സ്വഭാവത്തിൽ ഒരുപാട് ബലഹീന വശമുണ്ടായിരുന്നെങ്കിലും യേശുവിനെയും യേശുവിന്റെ ദൗത്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു വലിയ ഉൾക്കാഴ്ച അവനുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെയും തന്നോടുള്ള വിശ്വാസത്തിന്റെയും ആഴം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നീട് മറ്റൊരു സംഭവമുണ്ട്. ആദ്യകാലത്ത് യേശുവിനും ശിഷ്യന്മാർക്ക് ലഭിച്ച ജനസമ്മതി പതിയെ എതിർപ്പായി മാറുന്നുണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടമൊക്കെ അനുഗമിച്ചിരുന്നുവെങ്കിലും അവരുടെ മനസ്സും പതിയെ കഠിനപ്പെട്ടുപോയി. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് യേശു എളുപ്പത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചവരായിരുന്നു അവരിൽ ഭൂരിപക്ഷവും. വെറുതെയല്ല അവർ നിരാശപ്പെടേണ്ടി വന്നത്. അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യപരിപാടികളും ഉണ്ടാവുന്നില്ല. അങ്ങനെയൊരു സന്ദർഭത്തിൽ ഒപ്പമുള്ള ശിഷ്യന്മാരെ ഒന്നും കൂടി പഠിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് യാത്രയിൽ ഇങ്ങനെ യേശു ഒരിക്കൽ ചോദിച്ചു, ഞാൻ ആരെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്? അങ്ങനെ പൊതുവെ പറയുന്ന ഉത്തരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസായിരുന്നു മറുപടി കൊടുത്തത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട്, അത് സ്വീകരിപ്പാൻ ഏറ്റുപറയാനായിട്ട് കഴിഞ്ഞ ആദ്യ ശിഷ്യനാണ് പത്രോസ്. അവിടെയാണ് യേശു പറയുന്നത്, ബെറിയോനാനെ ശിമോനെ, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. നീ പത്രോസാവുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെയാണ് ഈ പത്രോസ് ശ്ലീഹ അവരുടെ നേതാവായി മാറുന്നത്. യേശുവിനോടൊപ്പം അനുഗമിക്കുകയും യേശുവിന്റെ വചനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരാളും അത് ഹൃദയത്തിൽ സ്വീകരിപ്പാനും ഏറ്റുപറയുവാനും അതിനനുസരിച്ച് സ്വന്തം ജീവിതത്തെ കുറെ കൂടി വിശ്വാസത്തിന്റെ പാറ പോലെ ആക്കാനൊക്കെ ആയിട്ട് സാധിക്കണ്ടേ. ശ്ലീഹാ നോമ്പിന്റെ സമാപനത്തിൽ ശ്ലീഹന്മാരുടെ തലവന്മാരെ അനുസ്മരിക്കുന്ന ഈ സുദിനത്തിൽ എനിക്ക് നിങ്ങൾക്കും വലിയ മാതൃകകൾ മുമ്പിലുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.